ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ അമ്പലത്തിൽ പോയി വന്നിട്ടേ ഞാൻ കുക്കിംഗ് ഒക്കെ ആരംഭിച്ചു. ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടോ. ഇന്ന് നമുക്ക് ചോറൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ വ്രതത്തിലാണ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് അപ്പോൾ ഏട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ വെച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ഉള്ളിച്ചമ്മന്തിയാണ് ഇഷ്ടം എങ്കിലും ഞങ്ങൾ ഒന്ന് ഉള്ളി അധികം കഴിക്കണില്ല. അപ്പോൾ അന്ന് ചേട്ടന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഉരുളക്കിഴങ്ങും സവാളയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടു നേരം രാത്രിയിലേക്ക് ആയാലും അത് ആവശ്യമായിട്ട് അത് പിന്നെ എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏട്ടന് ഇഷ്ടമാണ്. അന്ന് വലിയ ഇഷ്ടമൊന്നുമില്ല ഉരുളക്കിഴങ്ങ് സവാളയും ഇങ്ങനെ നമ്മളൊരു മസാല ദോശയിൽ ഉണ്ടാവുന്ന പോലെ വെക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ആള് ഒന്ന് തൊട്ടുവിടും, അത്ര തന്നെ. പിന്നെ സാമ്പാർ വെച്ചാലൊക്കെ ഇന്ന് വെക്കണ്ട, ഒന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. സാമ്പാർ വെച്ചാലൊക്കെ വേസ്റ്റോ. പിന്നെ ഇന്നലെ ചമ്മന്തിക്ക് ഇന്നലെ നാളികേരം ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. അപ്പം അതിൻ്റെ ഉണ്ട്, കുറച്ചുണ്ട് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പം അത് വേണമെങ്കിൽ കഴിക്കായിരിക്കും. പക്ഷെ ഇത് കുഴപ്പമില്ലാണ്ട് അതിൻ്റെ ചാറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഏട്ടൻ കഴിച്ച് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ എടുക്കുക ഫ്രിഡ്ജിൽ നിന്ന്. ഉരുളക്കിഴങ്ങ് നന്നാക്കി വെച്ചു. പിന്നെ സവാള ഒക്കെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. ഇനിയിപ്പോൾ പച്ചമുളക് എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് മാവൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അത് കഴിഞ്ഞു. അപ്പം ഇനി അത് കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളൂ. ഞാൻ ഓരോരോ പാത്രങ്ങളിലേക്ക് ആക്കി വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പാത്രം അതിൽ നിന്ന് എടുത്താൽ മതി. പിന്നെ ആ വേസ്റ്റ് അവിടെ കിടക്കുന്നുണ്ടായിരുന്ന വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് ഞാൻ വേഗം നമുക്ക് കൈയൊക്കെ കഴുകി അല്ലെങ്കിൽ പാലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ പാലാണ് മേടിച്ചിരിക്കുന്നത്. പാൽച്ചായയാണ് വെക്കുന്നത്. പാൽച്ചായയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ കാരണം ഇപ്പോൾ പാല് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പാലിങ്ങനെ വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അങ്ങ് റെഡി ആയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പഞ്ചസാര പാത്രത്തിൽ വേറെ പാത്രത്തിലാണ് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ബൂസ്റ്റ് ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പം അധികം പഞ്ചസാര നമുക്ക് ചായയിലധികം ചേർക്കേണ്ടി വരാറില്ല. അപ്പം ഞാൻ കുക്കർ നോക്കിയതാണ്. അപ്പം കുക്കറിൽ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പം പിന്നെ സവാള മാത്രമല്ല നമുക്ക് വഴറ്റേണ്ടി വരുള്ളൂ. അപ്പം ഞാൻ വേഗം അതൊക്കെ പാത്രത്തിലാക്കി ചായ ഇറക്കുമ്പോഴേക്കും നമുക്കതങ്ങ് റെഡി ആവില്ല. അപ്പം ചായലപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് അങ്ങ് അടപ്പത്തേക്ക് നമുക്ക് അടപ്പത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമില്ല. പിന്നെ അവളേക്കും ചായ ഊറ്റാനായിട്ട് റെഡിയാക്കിയിട്ട്. അപ്പം ഞാൻ ബൂസ്റ്റിൻ്റെ 2 പാക്കറ്റാണ് ഞാൻ നേരത്തെ മുറിച്ചിട്ടുണ്ടായിരുന്നത്. 2 പാക്കറ്റ് അങ്ങനെ മേടിക്കുള്ളൂ, ആവശ്യത്തിനൊക്കെ എടുക്കുള്ളൂ. 2 ആയിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ വേറെ ആരും കഴിക്കാനൊന്നുമില്ലല്ലോ. അപ്പം ഞങ്ങൾ മാത്രമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിന് ചായ ഊറ്റാണ് കേട്ടോ. ചായ ഊറ്റി കഴിഞ്ഞ് പിന്നെ കുക്കർ അടപ്പത്തേക്ക് വെച്ചു. ചായ ഊറ്റി നന്നായിട്ട് ആറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പാൽ ചായ നല്ലപോലെ ആറ്റിയെടുക്കണം എന്നല്ലേ പറയാം. അപ്പം പിന്നെ നല്ല പോലെ അങ്ങ് ആറ്റിയെടുത്തിട്ട് കൊറ്റം കളഞ്ഞു കേട്ടോ. കൊറ്റം കളഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ ഞാൻ നല്ല പോലെ അങ്ങ് ആറ്റിയെടുക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം പതായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ടിട്ടില്ലേ, ചായക്കടയിലും നൈല ഹോട്ടൽ എവിടെയായാലും ചായ ഇങ്ങനെ അവരാറ്റും. അതാണ് അതിൻ്റെ ഒരു സ്വാദ് പാൽ ചായയുടെ എന്നാണ് എൻ്റെ അങ്ങനെയാണെന്നാണ് എനിക്ക് ഞാൻ അറിയുന്നത്. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. നമ്മളിങ്ങനെ ചായ തിളച്ചിട്ട് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും സ്വാദം ഉണ്ടാവില്ല. ഇങ്ങനെ നല്ലപോലെ ആറ്റി പതപ്പിച്ചെടുക്കുമ്പോൾ അതിന് പ്രത്യേക സ്വാദായിരിക്കും. കുറേ തവണ അങ്ങനെ ആറ്റും കേട്ടോ. അപ്പം കുറേ തവണ ആറ്റിയെടുക്കും. പിന്നെ അതൊരു രസമല്ലേ ഇങ്ങനെ. പിന്നെ വീഡിയോ വെച്ച കാരണം ഒരു പ്രത്യേകമായിട്ട് ഒന്നുകൂടി കാണിക്കണമെന്ന് മാത്രം. കുറച്ചുകൂടി അതിങ്ങനെ വീഴാതെ നിലത്ത് പോകാണ്ടൊക്കെ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് തെറിച്ചൊക്കെ പോകട്ടോ. പിന്നെ നമ്മൾ തന്നെ അത് തുടച്ചൊക്കെ റെഡിയാക്കി എടുക്കും. പിന്നെ പാൽച്ചായ കുടിക്കും വല്ലപ്പോഴാണല്ലോ നമ്മൾ പാൽച്ചായയൊക്കെ മേടിക്കുന്നത്. അപ്പം ഒത്തിരി നന്നായിട്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ നന്നായി കഴിക്കും. എനിക്കിപ്പോൾ പാൽച്ചായ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു എന്താ പറയുക, ഗ്യാസ് അടിച്ച് കയറിയ പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പാൽച്ചായ കുടിക്കുന്ന ദിവസം എനിക്ക് അത്ര സുഖമല്ലായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ കട്ടൻ ചായ ആയാലും എനിക്കങ്ങനെ ഇപ്പോൾ ചായ വേണമെന്നില്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പിന്നെ ഏട്ടൻ ചായ കുടിക്കുമ്പോൾ ഞാനും ചായ കുടിക്കും. ആദ്യമൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ഉടനെ ചായയൊക്കെ നിർത്തിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും തുടങ്ങി.
ഇതാ ഞാൻ ചായ കുടിക്കാനായിട്ട് ഏട്ടൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ, പാൽ ചായ. അപ്പം അങ്ങനെ കുറച്ച് നേരം ഏട്ടൻ്റെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇന്ന് ചോറും കറികളൊന്നും ഇല്ലാത്ത കാരണം സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം, കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കുക. അപ്പം ഏട്ടൻ റീൽസിൻ്റെ ആളാണ്, റീൽസും പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണും. അപ്പം എനിക്ക് ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ വാർത്ത വെച്ചിട്ടുണ്ട്, നല്ല മുഴക്കത്തിൽ വാർത്ത വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ചേട്ടന് വാർത്ത കേൾക്കണം, അതിൻ്റെ ഇടയിൽ റീൽസ് കാണും. ആ കുറച്ച് സമയം ഉണർന്നിരിക്കണേ, വീട്ടിലിരിക്കണേൻ്റെ ഉള്ളിൽ എല്ലാ ശബ്ദങ്ങളും ഒന്നിച്ച്, പിന്നെ എൻ്റെ ശബ്ദം അപ്പം അതൊക്കെ കേട്ട് ആള് ഇരിക്കും. അപ്പം പിന്നെ രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞിരുന്ന് ചായ കുടിക്കുക, അതൊരു സുഖമല്ലേ. എനിക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ കുംഭമേളയ്ക്ക് പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് കുംഭമേളയ്ക്ക് പോകണം. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചക്ക കണ്ടിട്ട് എപ്പോഴും ആ കൊമ്പിൽ ചക്ക ഉണ്ടാവും, എല്ലാ കൊല്ലും ആ കൊമ്പിൽ മാത്രം ചക്ക ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പം പിന്നെ കുംഭമേളയ്ക്ക് പോകാത്ത സങ്കടം വളരെയായിട്ട് എനിക്ക് ധാരാളമായിട്ടുണ്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്കും ചേട്ടനും നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ടുള്ള ആരംഭമായി. ദോശ കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറി ഉണ്ടാക്കി വെച്ചു കേട്ടോ. കറി സവാളയൊക്കെ അത് ഉരുളക്കിഴങ്ങ് സവാളയും മസാലക്കറി ഉണ്ടാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കായി കണ്ടോ, നന്നായിട്ടില്ലേ. എനിക്കിഷ്ടമാണ്, പക്ഷെ ഇന്ന് ഞാൻ കഴിക്കുന്നില്ല. ഇന്ന് എനിക്കിഷ്ടമാണ് ഈ ഒരു കറി. അപ്പം അങ്ങനെ ഓരോരോ വിശേഷങ്ങളായിട്ട്. അതെ, ഞാൻ നേരത്തെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി. കാരണം ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, അപ്പം നമുക്കിന്ന് അമ്പലത്തിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ പറയും എപ്പോഴും എനിക്ക് അമ്പലത്തിൽ പോകുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അപ്പം പിന്നെ എനിക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ 5:30ക്കാണ് പോകുക. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇരുട്ടായിരിക്കും, വെളിച്ചുണ്ടാവില്ല. പിന്നെ അമ്പലത്തിനുള്ളിലൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അമ്പലത്തിൽ നിന്ന് പുറത്ത് അമ്പലം മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ, അങ്ങനെയൊക്കെയല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ പോകുന്നതൊന്നും എടുക്കാഞ്ഞത്. നമ്മൾ എന്നും എല്ലാ വ്യാഴാഴ്ച നമ്മൾ തിരുവമ്പാടി അമ്പലത്തിലും കുളശ്ശേരി പിന്നെ പാരമേക്കാവിലൊക്കെ നമ്മൾ പോയി തൊഴുതിട്ടാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏട്ടന് ലഞ്ച് കൊണ്ടുപോകണ്ട. അപ്പോൾ വ്യാഴാഴ്ച മിക്കവാറും ലഞ്ച് കൊണ്ടുപോകാറില്ല. എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ചായക്ക് പലഹാരം ഉണ്ടാവുമല്ലോ, പലഹാരം, അതായത് നമ്മൾ ദോശ എന്തെങ്കിലും പലഹാരം എന്നാണ് ഞങ്ങളൊക്കെ പറയുക. അപ്പോൾ രാവിലെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ചായയും പലഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് ചേട്ടൻ പോകും. അപ്പോൾ ആ കാരണം എനിക്ക് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്യാഴാഴ്ച വ്രതമുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കലുണ്ടാവില്ല. അപ്പോൾ ഏകദേശം എന്തെങ്കിലുമൊക്കെ നമ്മളെന്താ പറയുക, ചായ കുടിക്കും കേട്ടോ. ഞാൻ ചായ കുടിക്കും, വ്രതം ഉണ്ടെങ്കിലും ഒരു ഗ്ലാസ് ചായ കുടിക്കും. അതല്ലാതെ വേറെ ഒന്നും ഞാൻ കഴിക്കാതെ പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും വിശപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. അത് ചിലപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് ടയേർഡൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ളിയൊന്നും ചേർക്കാതെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് കഴിക്കുക. ഇന്ന് ഞാൻ ഉരുളൻകിഴങ്ങ് സവാളയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിക്കുന്നില്ല, ഇന്ന് ഫുഡ് കഴിക്കില്ല. ഇന്ന് കഴിക്കാതെ ഞാൻ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് നീങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു, ഓരോരോ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. വേറെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ വരുമ്പോൾ നമ്മളിങ്ങനെ കാണില്ലേ, ആനേനെ TV വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുന്നത് എന്താ, ആനേനെ പിടിച്ചു അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാനുണ്ടായിരുന്നത്, എന്തോ ഒരു കാര്യം പറയാമെന്ന്. ഇന്ന് ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോയത്. എനിക്ക് അത് വന്ന വഴിക്ക് ഞാനത് ഊരിയിട്ടിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് എടുത്തിട്ടത്. എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ആ ഫോട്ടോ അത് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ ചെയ്യാം. ഞാൻ അതിലത്തെ നമ്മൾ എടുത്ത ഡ്രസ്സിൽ പുതിയത് ഒരെണ്ണം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൽ. പിന്നെ ഇങ്ങനെ പോകണടോ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്താ പറയണ്ടേ എന്നൊന്നും ഒരു എത്തും പിടിയില്ല. പിന്നെ കുറേ പറയണമെന്നൊക്കെ ആഗ്രഹിക്കും. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. അങ്ങനെ അപ്പോൾ ഏട്ടന് പോവാറായി. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇന്ന് നാമജപവും അത് ഇതൊക്കെ ആയിട്ടിരിക്കും. പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. എനിക്ക് അങ്ങനെ എന്താ പറയുക, വിളക്ക് കൊളുത്തുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എനിക്കത് എപ്പോഴും ചെയ്യുന്നത് അത്ര എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നാമം ചൊല്ലണതിലൊന്നും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ചെയ്യാത്തത്.
ഇനിയൊക്കെ നാമം ജപിച്ചിരിക്കും, കുറച്ച് നേരം നാമം ജപിക്കും, പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യും, അങ്ങനത്തെ. പിന്നെ ഇന്ന് നമുക്ക് സാധാരണ പണികളൊക്കെ ചെയ്യും, അടിക്കൽ തുടയ്ക്കൽ അതൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊന്ന് ടാറ്റ ബൈ പറഞ്ഞാലോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് വ്യാഴാഴ്ച എല്ലാവർക്കും സന്തോഷമായിട്ടെന്ന്, വ്യാഴാഴ്ചയാണ് കേട്ടോ ഈ ദിവസം ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരും സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കാം. അങ്ങനെയൊക്കെ ഇതാ മൈനകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു മരക്കൊത്തീനെയൊക്കെ ഒന്ന് നോക്കി, മരക്കൊത്തീനൊക്കെ. അപ്പം നമ്മളിങ്ങനെ ഫോട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ പറന്നു പോയിട്ടുണ്ടാവും. എന്തിനാ അവരെ ഡിസ്റ്റർബ് ചെയ്യണേ? ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം എല്ലാവർക്കും അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ബൈ. നമുക്ക് നാളെ വീണ്ടും കാണാം കേട്ടോ. നാളെ കാണാം.